ഈ കഴിഞ്ഞ 12-ാം തീയതി കാക്കനഡയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്ന വഴി കൊല്ലം തീരത്ത് വെച്ച് ജനറേറ്റർ തകരാറ് മൂലം അടിയന്തരമായി കൊല്ലം തീരത്ത് കൊല്ലം പോർട്ടിലടുത്ത കപ്പലാണിത്. ഈ കപ്പലിൻ്റെ ജനറേറ്റർ തകരാറുണ്ടായി അടിയന്തരമായി വന്ന ഈ കപ്പലിൻ്റെ പേര് സഫയർ എന്നാണ്. ഇത് കാക്കനാഡയിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിലേക്ക് അരിയുമായി പോകുന്ന വഴിയായിരുന്നു. അങ്ങനെ കൊല്ലം തീരത്തടുത്ത് ജനറേറ്റർ തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ ഇതിൽ ജനറേറ്ററിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി. അപ്പോൾ ഈ തീപിടുത്തത്തിൽ ആ കപ്പലിലെ ഒരു 3rd എഞ്ചിനീയർ അദ്ദേഹത്തിന് പരിക്കേൽക്കേണ്ട 60% പൊള്ളലേറ്റ് കൊല്ലത്തെ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ തീപിടുത്തത്തിൻ്റെ ഭാഗമായി പോലീസ് അന്വേഷണവും ഇതിലെ തൊഴിലാളികളെയും ക്യാപ്റ്റനെയും എല്ലാം അവർ മൊഴിയെടുക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ യാത്രാ ഉദ്ദേശവും കാര്യങ്ങളും എല്ലാം ബോധ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് NOC നൽകുകയും ചെയ്തു. പക്ഷേ 12-ാം തീയതി വന്ന കപ്പൽ 12, 13, 14, 15, 16 ഇന്നും ആ കപ്പലിന് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ പോർട്ട് ഓഫീസർ ജിസ്മോൻ അദ്ദേഹം ഇതിന് അനുമതി നൽകിയിട്ടില്ല. അദ്ദേഹം ഈ പോലീസിൻ്റെ NOC കിട്ടിയതിന് ശേഷവും മുട്ടാത്തർക്കം പറയുകയും ഓരോരോ തടസ്സങ്ങൾ ആ കത്തിലെ ചില വാക്കുകളുടെ അപര്യാപ്തത പോലെയും അല്ലെ വാക്കുകളുടെ നമ്മൾ സല്യൂട്ടേഷൻസിലെ തെറ്റും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഈ കപ്പലിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഈ 3 ദിവസം കഴിഞ്ഞ കപ്പൽ ഏതാണ്ട് 50 ലക്ഷം രൂപ സർക്കാരിന് പല ഇനത്തിലുമായിട്ട് നികുതി അടച്ചിരിക്കും. അപ്പോൾ അത്ര വരുമാനമുള്ള ഒരു മേഖലയായി ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിലെങ്കിലും കപ്പലെടുക്കുന്നു എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കൊല്ലം തുറമുഖത്ത് ഈ വന്ന കപ്പലിനെ അവർ പരീക്ഷിക്കുകയാണ്. അപ്പോൾ 3-4 ദിവസമായിട്ട് ഇവർക്ക് അനുമതി കിട്ടുന്നില്ല. ഇപ്പോൾ പറയുന്ന കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിന് വരണമെങ്കിൽ വാഹന സൗകര്യം വേണം, മറ്റ് പല ആവശ്യങ്ങളും വേണമെന്നുള്ള രീതിയിലാണ് കപ്പൽ അധികൃതർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് രാജ്യത്തിൻ്റെ വികസനം തുറമുഖങ്ങളിലൂടെയും നമ്മുടെ കേരളത്തിൻ്റെ തീരത്തുള്ള തുറമുഖങ്ങളിലൂടെ നടക്കുമെന്ന് ഭരണാധികാരികൾ പറയുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം നടത്തുന്ന ഇത്തരം പിന്നോട്ടടി ഇത് ഈ വ്യവസായത്തെ ബാധിക്കും. കാരണം ഈ കൊല്ലം 3 കപ്പലാണ് കൊല്ലത്ത് ഇതുപോലെ വന്നിട്ടുള്ളത്. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയോടുകൂടി കൊല്ലത്ത് ക്രൂ ചേഞ്ച് നടത്താനും കപ്പലെടുക്കാനും ഒക്കെയുള്ള സംവിധാനമുള്ള മനോഹരമായ തുറമുഖമാണ്. അപ്പോൾ ഈ തുറമുഖം ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ടും അവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇല്ലായ്മ ചെയ്യുകയും രാജ്യത്തെ പിന്നോട്ടടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വന്നൊരു കപ്പലിൻ്റെ സ്ഥിതി ഇതാണ്. ഇവർ 50 ലക്ഷം രൂപ ഇവിടെ അടച്ചുവെങ്കിൽ ഈ ഓരോ മണിക്കൂറും ഓരോ നഷ്ടപ്പെടുന്നതും അവർക്ക് വളരെയേറെ അവരുടെ വിലയേറിയ സമയവും വിലയേറിയ സാമ്പത്തിക നഷ്ടവുമാണ് എന്നാണ് കപ്പൽ അധികൃതർ പറയുന്നത്. ഇതിനകത്ത് അരിയാണ്. ഈ അരി നാശമായി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നശിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട്. ഇതിനി ആഫ്രിക്കയിലെത്തണം. അപ്പോൾ അവർക്ക് ഇവരുടെ സമയവും ഷെഡ്യൂളും പാലിച്ച് എത്താനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.